ഹായ് മക്കളെ, അപ്പം കൊമേഴ്സിലെ സബ്ജക്റ്റുകളെ കുറിച്ച് മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് ഈ ഓരോ സബ്ജക്റ്റുകളും ഈ വർഷം നിങ്ങൾക്ക് എത്ര മാർക്കിനായിരിക്കും എക്സാമുകൾ ഉണ്ടാവുക എന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കോർ സബ്ജക്റ്റുകളിലേക്ക് വരാം. കോർ സബ്ജക്റ്റുകളായുള്ള അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് ആൻഡ് എക്കണോമിക്സിലേക്ക് വരുമ്പോൾ അക്കൗണ്ടൻസി നമുക്ക് ഈ വർഷം 60 മാർക്കിനായിരിക്കും എക്സാമുകൾ ഉണ്ടാവുക. ഓക്കെ, ദെൻ ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും നമുക്ക് 80 മാർക്കിലായിരിക്കും എക്സാമുകൾ ഉണ്ടാവുക. പിന്നെ അതിനുശേഷം നമ്മുടെ ലാംഗ്വേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലാംഗ്വേജ് ഫസ്റ്റ് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് 80 മാർക്കിനാണ്. ദെൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ഓർ മലയാളം, രണ്ടും 80 മാർക്കിന് തന്നെയായിരിക്കും എക്സാം ഉണ്ടാവുക. ഇനി ഓപ്ഷണൽ പേപ്പേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം 4 ഓപ്ഷണൽ പേപ്പറുകൾ ഉണ്ട്. മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ അതിൽ മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ 3 പേപ്പറുകൾക്കും 60 മാർക്കിനായിരിക്കും എക്സാം ഉണ്ടാവുന്നത്. ദെൻ പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ പറഞ്ഞു, അതൊരു തിയറി പേപ്പറാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കോർ പേപ്പേഴ്സിലെ ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും പോലെ 80 മാർക്കിന് തന്നെയായിരിക്കും എക്സാമുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ മക്കൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടെ സാർ എക്സ്ട്രാ പറയാം. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതിൽ 4 സബ്ജക്റ്റുകൾക്കാണ് 60 മാർക്കിൽ എക്സാം ഉണ്ടാവുന്നത്. നമ്മുടെ 3 ഓപ്ഷണൽ പേപ്പർ ആയിട്ടുള്ള മാത്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സ്റ്റാറ്റി, പിന്നെ നമ്മുടെ കോർ പേപ്പേഴ്സിലെ അക്കൗണ്ടൻസി അല്ലേ. അപ്പം ഈ 60 മാർക്കിന് ഉള്ള ഈ 4 സബ്ജക്റ്റുകൾക്കും +2 എത്തുന്ന സമയത്ത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാകും എന്ന് കൂടെ മക്കളൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ.